പാലക്കാടാണ് കാരൽ സംഘത്തിന് നേരെ ഒരു അതിക്രമം ഉണ്ടായത്. അപ്പോൾ അതിക്രമത്തെക്കുറിച്ച് ചോദ്യത്തിന് BJP നേതാവ് കൃഷ്ണകുമാർ ആ കാരൽ സംഘത്തിൽപ്പെട്ടവർ മദ്യപിച്ചാണ് കാരൽ സംഘത്തിൽ പങ്കെടുത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലാണ് അവരുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ അടക്കം അല്പസം മുമ്പ് പ്രതികരണം നടത്തിയത്. 12 വയസ്സുള്ള കുട്ടികൾ മദ്യപിച്ചു എന്നൊക്കെ പറയുന്നു. വലിയ വേദനാജനകമായ പ്രതികരണമാണെന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, BJP നേതാവ് C കൃഷ്ണകുമാറിൻ്റെ ആ പ്രതികരണം മാതാപിതാക്കൾക്ക്, ചെറിയ കുഞ്ഞുങ്ങളാണ്, ചെറിയ കുട്ടികളാണ്, അവർ കള്ളു കുടിക്കില്ല എന്നുള്ള കാര്യം അത് കൃഷ്ണകുമാറിന് മാത്രം ഏതോ തോന്നൽ പറയുന്നതാണ് അദ്ദേഹം. അപ്പോൾ തെറ്റാണത്. അപ്പോൾ അത് രക്ഷിതാക്കൾക്കുണ്ടാക്കുന്ന വേദന സ്വാഭാവികമാണ്. സമീർ. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ അടങ്ങുന്ന അല്ലെങ്കിൽ കുട്ടികൾ മാത്രമുള്ള ഒരു കരോൾ സംഘമായിരുന്നു. അതിന് നേരെയാണ് മർദ്ദനം ഉണ്ടാവുകയും അതിൽ തുടർ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഈ കുട്ടികൾ മദ്യപിച്ചെത്തി എന്നുള്ളതാണ്. അതിലിപ്പോൾ കുടുംബം നമ്മോട് ഇപ്പം സംസാരിക്കുകയാണ്. എന്താണ്, ഭയങ്കര വേദന ഉണ്ടായിപ്പോയോ? വേദന, ചെറിയ കുട്ടികളാണല്ലോ, അവർക്കിപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതുമായി നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഒരു താല്പര്യമാണ് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പോയത്. അപ്പോൾ അത് വേറൊരു തരത്തിൽ എന്താ പറയുക, അതിനെ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുകയാണ്. ഒരു പ്രദേശത്ത് ഒന്നുമില്ലാത്തൊരു പ്രദേശമാണ്, സംഘർഷങ്ങളും മറ്റൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഇതൊരു വിഷു ഉണ്ടാക്കി വിടുകയാണ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ചെറിയ കുട്ടികളാണ്, 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതാണ് പിന്നെ മറ്റൊരു ഇതിലേക്ക് ഇതാകാത്ത രീതിയിൽ എല്ലാവർക്കും അവരുടെ ഉത്സവങ്ങൾ, മറ്റേ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കാം. അതിനാരും എതിരല്ലോ, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിമായാലും. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലൊക്കെ നിലനിന്ന് പോണത്. അത് മറ്റൊരു തരത്തിൽ എന്താ പറയുക, പിന്നെ വേറൊരു തരത്തിൽ പിന്നെ മാത്രമല്ല, ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ മദ്യപിച്ചിട്ടൊക്കെയാണ് ബഹളം കരുതി കൂട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥ. ചെറിയ കുട്ടികളാണ്. അപ്പോൾ എന്തെങ്കിലും കാടടച്ച് പറയുന്നത് ശരിയല്ലല്ലോ. വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. നാട്ടിൻപുറത്ത് സാധാരണമായൊക്കെ നടക്കുന്ന ഒരു കരോളായിരുന്നു അല്ലേ? എല്ലാവിടെയും അങ്ങനെ നടക്കും. കുട്ടികളും ഇങ്ങനെ പോകും, എല്ലാവിടെയും നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെറിയ കുട്ടികളാണ്, അവർക്കിപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. അതിനുശേഷം കുട്ടികളൊക്കെ എന്താ പറയുന്നത്, അവർക്കൊരു ബുദ്ധിമുട്ടായോ? അവർക്കൊരു മാനസികമായിട്ടൊരു നല്ലത് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു സമൂഹത്തിൽ നിന്ന് തിരിച്ചൊരിത് വരുമ്പോൾ മാനസികമായിട്ടും ചെറിയ കുട്ടികളാണല്ലോ, അങ്ങനൊരു പ്രയാസം അവർക്ക് ഉണ്ടാകാതിരിക്കില്ല. എന്നാലും പിന്നെ മുതിർന്നവർക്ക് അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ഈ സംഭവം നടക്കുന്നതൊക്കെ? എങ്ങനെയായിരുന്നു? ഒരാൾ മാത്രമായിരുന്നു ആക്രമിച്ചതൊക്കെ? എങ്ങനെയായിരുന്നു സംഭവം? അതിനെക്കുറിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഇവിടെ നിന്നൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. എല്ലാവരും കൂടെ മറ്റുള്ളവരെയൊക്കെ കാണുന്നതിനനുസരിച്ച് ഇവർ പോയി. അതാണ് അതൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാണ്ട് വേറെ തരത്തിലൊരു അവർക്കൊന്നും ചെറിയ കുട്ടികളല്ലേ, അവർക്ക് എന്താണെന്ന് പറയുന്നത് തന്നെ ഒന്നും അറിയാത്ത കുട്ടികളാണ് അവർ. അപ്പോൾ അവരൊക്കെ മദ്യപിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാടടിച്ച് വെടിവെക്കുന്ന ഒരു സ്ഥിതി ഗുണകരമല്ല എന്നുള്ളതാണ്. രക്ഷിതാക്കൾക്ക് ആ വിഷയത്തിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാരൽ സംഘം 10-12 വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ ആണ് കാരൽ സംഘം, കുട്ടികളെ മാത്രം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെതിരെ ആ കുട്ടികൾ ആ സംഘം മദ്യപിച്ചാണ് എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുക എന്ന് പറയുന്നത് അവർക്ക് രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വേദന ചെറുതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.